പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് നെടുമങ്ങാട് മന്നൂർ കോണത്തെ വായനശാല തകർക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഒരു നാട്. സ്ഥലത്തിന്റെ അവകാശം പറഞ്ഞ് സ്വകാര്യ വ്യക്തി വായനശാലയ്ക്കെതിരെ അക്രമം തുടങ്ങിയിട്ട് കാലങ്ങളായി. താൻ പണിയുന്ന കെട്ടിടത്തിന് മുകളിൽ വായനശാല അഭംഗി എന്ന് പറഞ്ഞാണ് വായനശാല പൊളിച്ചു കളയാനുള്ള നീക്കം. അനേകായിരം പേരെത്തുന്ന വായനശാലയുടെ സംരക്ഷണത്തിനായി ഒരു നാട് ഒരുമിക്കുകയാണ്. കണ്ടുവരാം. 1952 നെടുമങ്ങാട് മന്നൂർ കോണത്ത് ആരംഭിച്ച വായനശാല ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരമുള്ള എ ഗ്രേഡ് ഗ്രന്ഥശാല. ഒരു നാടിനൊന്നാകെ അറിവിന്റെ വായനയുടെ വാതിൽ തുറന്നയിടം. ഈ വായനശാലയുടെ നിറമുള്ള കഥ പറയാനല്ല നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഏത് നിമിഷവും ഈ വായനശാല തകരുമോ എന്ന ഈ ജനങ്ങളുടെ ആശങ്കയാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ചില ചെറുപ്പക്കാർ തുടങ്ങിയ വായനശാല. അതിനായി സ്ഥലം നൽകിയത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയനാഥ്. 2010 ഇദ്ദേഹം മരിച്ചതോടെ മകൻ തമ്പി അവകാശം പറഞ്ഞ് രംഗത്തെത്തി. ഇതോടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ആദ്യഘട്ടങ്ങളിൽ ലൈബ്രറി ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആവശ്യം. ഒരു ആശ്രമം പണിയുന്നതിനും അതിൻ്റെ ഫ്രണ്ടേജായി നിൽക്കുന്ന ലൈബ്രറി പൊളിച്ച് മാറ്റിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു ഫ്രണ്ട് വ്യൂ കിട്ടുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഞങ്ങളുടെ ഈ ലൈബ്രറി ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ കേസിൽ നിൽക്കുന്ന പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ലൈബ്രറിയുടെ പുറകുവശത്തെ സൺഷെയ്ഡുകൾ പൊളിച്ചു മാറ്റി. മുൻപാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്ത് നിന്നുള്ള അഴുക്കുചാലുകളെല്ലാം ഈ ഭാഗത്തേക്കാണ് തുറന്നു വെച്ചിരുന്നത്. അത് കാരണം ഈ ലൈബ്രറിയുടെ ഏകദേശം ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ട് ഏകദേശം 2000-ഓളം പുസ്തകങ്ങൾ പൂർണ്ണമായി നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. മനോഹരമായ ഈ കെട്ടിടവും ഈ സ്ഥാപനവും തകർക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. ഞങ്ങളുടെയൊക്കെ ചങ്കിൽ ഒരല്പമെങ്കിലും അനപ്പുണ്ട് എങ്കിൽ ഈ ലൈബ്രറിയെ ഇവിടെ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിൻ്റെ പേരിൽ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറ് എന്ന നിലയിലേക്കാണ് ഒരുപാട് പേര് വിളിക്കുന്നത്. ഒരു നാടിന്റെ സാംസ്കാരിക കേന്ദ്രമാണ്. വായനയും അറിവും പകരുന്ന വായനശാലയുടെ പേരിൽ തന്നെ ആ നാട്ടിൻപുറവും അറിയപ്പെട്ടു. വായനശാല ജംഗ്ഷൻ നവീകരണത്തിനായി പഞ്ചായത്ത് പണം അനുവദിച്ചു. കോടതിയിലെ കേസ് പറഞ്ഞ് അതും തടഞ്ഞു തമ്പി. ഒരു വായനശാലയ്ക്കായി യുവാക്കൾ മുന്നിട്ടിറങ്ങി അനേകം പേർ പിരിവിട്ടു. 10 രൂപ വിപ്ലവത്തിൽ തുടങ്ങി വായനശാലയെ ഇതുപോലെ വളർത്തിയെടുത്തു. തലമുറകൾക്ക് വെളിച്ചം പകർന്ന പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു പോരുന്ന വായനശാലകളുണ്ട് നമുക്ക് ചുറ്റും. ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനം മൂലം മാത്രം നാടിന്റെ അക്ഷരകേന്ദ്രം ഇല്ലാതാവരുത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. നമുക്ക് ആ കെട്ടിടം ഉടമസ്ഥനോട്, ആ തമ്പിയോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ശ്രീ തമ്പി, നിങ്ങളുടെ വീടിനേക്കാൾ നാടിന് ഐശ്വര്യം ആ ഗ്രന്ഥശാലയാണ്. എ ഗ്രേഡ് ഗ്രന്ഥശാലയാണ്. അതവിടെ നിന്ന് പൊളിച്ചു മാറ്റാനൊന്നും താങ്കളായിട്ട് ആവശ്യപ്പെടരുത്. അത് ചെയ്യുന്നത് ശരിയല്ല. താങ്കളുടെ വീടിന് ഐശ്വര്യം കൂട്ടുന്നതിന് മാത്രമല്ല, താങ്കളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ പോയിരുന്ന് പുസ്തകം എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വായനശാലയല്ലേ. ഒരു വായനശാല തിരുമുറ്റത്തുണ്ടാവുക ഇതിനേക്കാൾ വലിയ സൗഭാഗ്യവും ഐശ്വര്യവും ഉണ്ടോ? എന്നിട്ടും തമ്പി എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഗ്രന്ഥശാലകളിലൂടെയല്ലേ നമ്മളായി തീർന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്രന്ഥശാല പൊളിച്ചു കളയാൻ പറയുന്നതിനപ്പുറം ഫ്രണ്ട് വ്യൂ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നാടിന് ഉൾക്കാഴ്ച കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഗ്രന്ഥശാലയാണ് തമ്പി. അതെന്താ തമ്പി മനസ്സിലാക്കാത്തത്? അപ്പോൾ തമ്പിയുടെ വീടിൻ്റെ മാത്രമല്ല, നാടിൻ്റെ ഐശ്വര്യം കൂടിയാണ് ഗ്രന്ഥശാല. അതവിടെ ഇരുന്നോട്ടെ. അതിന് കൂടുതൽ സഹായം കൊടുത്ത് അവരെ ചേർത്ത് നിർത്താനല്ലേ ശ്രീ തമ്പി അങ്ങ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കും എന്ന് നമ്മൾ കരുതുന്നു.